മാഷെ, ഈ യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവിൽ സമാധാന ജീവിതം നയിക്കുന്ന ജനങ്ങളുടെ നാടാണ്. പക്ഷെ കുറേ കാലമായിട്ട് അവിടെ നിന്ന് വളരെ ഭീകരമായ ഭീതിജനകമായ വാർത്തകളാണ് വരുന്നത്. ഇന്നലെ ആസ്ട്രേലിയയിൽ ന്യൂ സൗത്ത് വെയിൽസിലുള്ള ഒരു പള്ളി, ക്രൈസ്റ്റ് ദ ഗുഡ് ഷെപ്പേർഡ് എന്ന് പറയുന്ന പള്ളിയിൽ ഒരു ഭീകരാക്രമണം നടന്നു. ഒരു 15 വയസ്സോ 16 വയസ്സോ ഉള്ള ചെറുപ്പക്കാരൻ ഒരുപാട് ദൂരം, അവിടെയുള്ള പയ്യനല്ല, 100 കണക്കിന് കിലോമീറ്ററുകളും മറ്റോ ആണെന്ന് തോന്നുന്നു, വളരെ ദൂരം നിന്ന് യാത്ര ചെയ്ത് വന്ന് ആ പള്ളിയിലെ മാരി എമ്മാനുവൽ എന്ന് പറയുന്ന ബിഷപ്പിനെയും അവിടുത്തെ വൈദികനെയും മാരകമായി കുത്തി പരിക്കേൽപ്പിച്ചു. 2 പോലീസുകാർക്കും പരിക്കുണ്ട്. അപ്പോൾ ലോകത്തെമ്പാടും ക്രിസ്ത്യൻ സഭകൾക്കും പള്ളികൾക്കും ക്രൈസ്തവ വിശ്വാസികൾക്കും നേരെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആക്രമണം, അത് ഭീകരാക്രമണമാണെന്ന് ആസ്ട്രേലിയ പറയുകയും ചെയ്തിരിക്കുന്നു. കൂടിക്കൂടി വരുന്നത് എന്താണ് ഇതിൻ്റെ കാരണം? മാർപ്പാപ്പ യൂറോപ്പിലുള്ള ജനങ്ങളോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ അഭയാർത്ഥികളായിട്ട് വരുന്ന ആൾക്കാരെയൊക്കെ സ്വീകരിക്കണം. അതെ അതെ, ആകുന്നത്ര അവരെ സ്വീകരിക്കണം, അതിന് നിങ്ങൾ അല്പം നിസ്വാർത്ഥമായിട്ട് തന്നെ ഈ സാഹചര്യം കാണണം എന്നൊക്കെ മാർപ്പാപ്പ പറഞ്ഞിരുന്നു. പലരും അതുകൊണ്ട് ആവേശഭരിതരായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ അങ്ങോട്ട് പ്രവേശിപ്പിക്കുകയും ചെയ്തു, യൂറോപ്പിലേക്കും ഓസ്ട്രേലിയയിലേക്കുമൊക്കെ. അപ്പോൾ അങ്ങനെ വന്നതിൽ ചിലർ അവിടെ എത്തിയതിന് ശേഷം അവരുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസം വരാൻ തുടങ്ങി. വരുമ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും റെഫ്യൂജ്, അഭയം കിട്ടണമെന്ന് മാത്രമേ നിർബന്ധമുള്ളൂ. പക്ഷേ വന്ന് അവിടെ ഒരു വിധം സെറ്റിൽഡായി കഴിയുമ്പോൾ പിന്നെ അത് വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങളിലേക്കൊക്കെ മാറും. അങ്ങനെ വന്നു കഴിയുമ്പോൾ അതനുസരിച്ച് ചില നീക്കങ്ങളൊക്കെ നടത്തും. അപ്പോൾ യൂറോപ്പിൽ അവർക്കിപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഈ സാറിപ്പോൾ ഈ പറഞ്ഞ കാര്യം ഓസ്ട്രേലിയയിൽ ന്യൂ സൗത്ത് വെയിൽസിൽ വെയ്ക്ക്ലി എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ 15-16 വയസ്സുള്ളൊരു പയ്യൻ കയറിയിട്ട് അവിടുത്തെ ബിഷപ്പ് മാരി ഇമ്മാനുവൽ എന്ന് പറയുന്ന ബിഷപ്പിന് അവിടെ ചർച്ച് സർവീസസ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കുത്തി പള്ളിയിലുള്ള ആൾക്കാരൊക്കെ കൂടി ഇടപെട്ട് ഒരു കണക്കിന് പിടിച്ചു മാറ്റി. ബിഷപ്പ് വേറെ ഇപ്പോൾ ആൾ എലൈവ് ആൻഡ് കിക്കിങ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഈ പയ്യനുണ്ടായിരുന്ന പ്രകോപനമായിട്ട് എവിടെയോ വായിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിതാവ് അല്ലെങ്കിൽ ബിഷപ്പ് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തുന്നതാണ്. അതിലെവിടെയോ പ്രവാചകനെ പറ്റി എന്തോ പറഞ്ഞു എന്നൊക്കെയാണ് അവൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഹി റിയാക്റ്റഡ് ഇൻ ദിസ് മാനർ. പക്ഷേ ഈ അവിടുത്തെ പോലീസ് കമ്മീഷണർ ഡൊമിനിക് മോർഗൻ എന്ന് പറയുന്ന പോലീസ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഇതുവരെ വേറെ കംപ്ലയിൻസ് ഒന്നും വന്നിട്ടില്ല. ആൻഡ് ദേശേ അവിടെ ആ ഏരിയയിൽ ന്യൂ സൗത്ത് വെയിൽസിൽ ഇതൊരു ഐസൊലേറ്റഡ് ഈവൻ്റ്, ഒറ്റപ്പെട്ട സംഭവമായിട്ട് വേണം കാണുന്നത്. ടെറർ അറ്റാക്കാണ്, നോ ഡൗട്ട്. പക്ഷേ സിഡ്നിയിൽ കഴിഞ്ഞ ആഴ്ച മറ്റോ 6 പീപ്പിൾ വർ കിൽഡ് ഇങ്ങനെ വന്നിട്ട് അങ്ങനെ സംഭവിക്കുന്നുണ്ട്. പക്ഷേ സാർ, ഇത് കാണുമ്പോൾ ഈ ഇപ്പോൾ സാർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. ഈ പയ്യൻ്റെ പശ്ചാത്തലം മുൻകാലങ്ങളിൽ ക്രിമിനൽ റെക്കോർഡ്സ് ഒന്നും ഇല്ലാതെ, പക്ഷെ ഇത് എല്ലായിടത്തും ജിഹാദികളായി അല്ലെങ്കിൽ ടെറർ അറ്റാക്ക് നടക്കുന്ന എല്ലാവരുടെയും ബാക്ക്ഗ്രൗണ്ടിൽ വരാം. ഒന്നുകിൽ വലിയ എഡ്യൂക്കേറ്റഡ് ആയിരിക്കും, നമ്മുടെ സമൂഹത്തിൽ വളരെ മാന്യമായി ജീവിക്കുന്നവരായിരിക്കും. പക്ഷേ വളരെ പെട്ടെന്ന് അവരുടെ മതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം വരുമ്പോൾ അവർ വേറെ ആളുകളായി മാറുകയാണ്. അതായത് സ്ലീപ്പർ സെല്ലുകളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് വളരെ പെട്ടെന്ന് ഒരു സ്വിച്ച് ഇടുന്ന പോലെ മതവികാരം വ്രണപ്പെട്ടു എന്ന് പറയുമ്പോൾ ചാടി എണീറ്റ് എന്തും ചെയ്യാൻ, സ്വയം പൊട്ടിത്തെറിച്ച് ചാവാൻ വരെ തയ്യാറാവുന്നു. അപ്പോൾ ഇതൊരു ഇപ്പോൾ നമ്മൾ ആളുകളുടെ വിദ്യാഭ്യാസം ആളുകളെ കൾച്ചേർഡാക്കും അല്ലെങ്കിൽ ശുദ്ധീകരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ വിദ്യാഭ്യാസമൊക്കെ എത്ര കിട്ടിയാലും നമ്മളറിയാം, നമ്മുടെ നാട്ടിൽ പോലും IIT-ലൊക്കെ പഠിച്ച ആളുകൾ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, ഇവരൊക്കെ ഈ തീവ്രവാദ സ്വഭാവമുള്ള മതത്തിനു വേണ്ടി കൊല്ലാനും മരിക്കാനും തയ്യാറാവുന്ന ആളുകളായി മാറുന്നു. എന്തായിരിക്കും ഇങ്ങനെ? അല്ല, അതിപ്പോൾ ഈ ആക്രമണം നടത്തുന്നവർ എല്ലാവരും തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമിക്കാൻ പോയ ടീമൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. പക്ഷേ ഒരുപക്ഷെ ചെറുപ്പത്തിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന കുറച്ച് ട്രെയിനിങ് ആയിരിക്കും അതിൻ്റെ പിന്നിലുള്ള കാരണം. ചെറുപ്പത്തിൽ തന്നെ അതൊക്കെ അതിന് കുറച്ച് രൂഢമൂലമായിട്ട് അതെ അതിലൊരു മാറ്റം വരാൻ പിന്നീട് ബുദ്ധിമുട്ടാണ്. അത്രയധികമാണ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചു വിടുന്നത്. പിന്നെ കാലം മാറിയതനുസരിച്ച് മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ ഇപ്പോഴും അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ റിസൾട്ടും കാണാനുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ പല കൺട്രീസും ഇങ്ങനെ ഈ അഭയാർത്ഥികളെ അവർ സ്വീകരിക്കുന്നില്ല. അഭയാർത്ഥികൾ എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ സിറിയ, ഇറാഖിൽ നിന്നൊക്കെ വരുന്ന ആരെയും അവർ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ BBC-യിലൊരു ഇൻ്റർവ്യൂവിൽ പോളണ്ടിൻ്റെ ഫോറിൻ മിനിസ്റ്റർ പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ എത്ര അഭയാർത്ഥികളെ ഇവിടെ സ്വീകരിക്കും? ഒഫീഷ്യലി പറഞ്ഞു അല്ലേ? അതെ, ഈ BBC-യിലുള്ള ഇൻ്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു, നിങ്ങൾ എത്ര പേരെ ഇവിടെ അഭയാർത്ഥികളായിട്ട് സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ പോളണ്ടിൻ്റെ ഫോറിൻ മിനിസ്റ്ററിന് മനസ്സിലായി ചോദ്യം അങ്ങോട്ടാണ് പോകണമെന്ന്. അപ്പോൾ അങ്ങേര് പറഞ്ഞു, നിങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള ആൾക്കാരെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ദി നമ്പർ ഈസ് 0 എന്ന് 2-3 പ്രാവശ്യം കൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു.
അപ്പോൾ എന്താ അത് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞങ്ങൾ അവരെ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾ നിർത്തി, 0 ആൾക്കാരെ അഡ്മിറ്റ് ചെയ്യണുള്ളൂ, ഇപ്പോൾ ഇവിടെ ടെററിസ്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും വെച്ച് ദാറ്റ് ഡസൻ മീൻ ഞങ്ങൾ റെഫ്യൂജീസിനെയോ ഇമിഗ്രൻ്റ് ഇങ്ങനെയുള്ള ആൾക്കാരെ സ്വീകരിക്കണില്ല എന്ന് വിചാരിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യുക്രൈനിൽ നിന്നും വന്ന 2.5 മില്യൺ ആൾക്കാരെ ഞങ്ങളിവിടെ സ്വീകരിച്ച് അവർ വരുന്നുണ്ട്, അവരിവിടെ താമസം അല്ലെങ്കിൽ അവരുടെ ജോലിയൊക്കെ നോക്കുന്നുണ്ട്, അവരെ കൊണ്ട് യാതൊരു ശല്യമില്ല. അതുകൊണ്ട് 2.5 മില്യൺ പീപ്പിളിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞ്. ഇപ്പോൾ നൗ ദി നമ്പർ മസ്റ്റ് ഹവ് ഗോൺ ടു 3 മില്യൺ. അത് അന്ന് അങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുമ്പോൾ 2.5 ആണ്. അപ്പോൾ പോളണ്ടിലെ സാഹചര്യം അതാണ്. സ്വീഡനിൽ ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ആരെയും അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നെ വേറെ നോർവേയിൽ ഇങ്ങനെ വന്ന ആൾക്കാരെ, റെഫ്യൂജീസായിട്ട് വന്ന ആൾക്കാർ ഇപ്പോൾ അവർ തിരിച്ചയക്കാൻ ശ്രമിക്കുകയാണ്. ഈ UK-യിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് എന്ന നിർണായക സേയുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ പ്രൈം മിനിസ്റ്റർ ഓർത്തെടുക്കുന്നത് പോലും ബൈബിളിൽ തൊട്ടാണ്. അപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിക്ക് വലിയ റോളുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി ആകെ ജീവിതത്തിൻ്റെ ഭാഗമായ ഒരു രാജ്യമാണ് UK, ബ്രിട്ടൻ. പക്ഷേ ബ്രിട്ടനിലെ ഡെമോഗ്രാഫിയിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. ബ്രിട്ടനിലേക്ക് പതുക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറുകയാണ്. ലണ്ടൻ മേയറായിട്ട് ഒരു മുസ്ലിം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ UK പതുക്കെ ഇസ്ലാംവൽക്കരിക്കുകയാണ്. അതായത് നമ്മളെപ്പോഴും ഇന്ത്യ സെക്യുലർ ആയിരിക്കണം, സെക്യുലർ വാല്യൂസിനെയൊക്കെ പറ്റി പറയാറുണ്ടെങ്കിലും ഇംഗ്ലണ്ട് ഒഫീഷ്യലി സെക്യുലർ കൺട്രി അല്ല. അവർക്ക് ആംഗ്ലിക്കൻ ക്രിസ്ത്യാനിറ്റി എന്നൊരു റിലീജിയൻ ഉണ്ട്. അതേപോലെ അമേരിക്കയ്ക്കാണെങ്കിൽ ഇറ്റ് ഇസ് എ ക്രിസ്ത്യൻ കൺട്രിയാണ്. പക്ഷേ ഫോർ ഓൾ ഇന്ത്യൻസ് ആൻഡ് പർപ്പസസ് എല്ലാ അർത്ഥത്തിലും അമേരിക്ക സെക്യുലറായിട്ട് പോകുന്നു, ഇംഗ്ലണ്ട് സെക്യുലറായിട്ട് പോകുന്നു. പക്ഷേ ഒഫീഷ്യലി അവർക്കൊരു മതമുണ്ട്. അല്ല, ഇന്ത്യ സെക്യുലർ ആയിരിക്കണമെന്ന് അമേരിക്ക പറയാറില്ല, എല്ലാവരും പറയാറുണ്ട്. ക്രിസ്ത്യൻ രാജ്യമാണ് ഒഫീഷ്യലി, അത് ക്രിസ്ത്യൻ രാജ്യമാണ്. അവർ അവിടെ പ്രസിഡന്റ് ഈ പ്രതിജ്ഞ എടുക്കുമ്പോൾ ബൈബിളിൽ തൊട്ടിട്ട് പ്രതിജ്ഞ എടുക്കുകയുള്ളൂ. പിന്നെ അവിടെ ഏതെങ്കിലും ചർച്ചിലെ ആൾക്കാരില്ലാതെയോ അത് കൊണ്ടു നടക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് വിൽക്കുകയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ റിലീജിയസ് പർപ്പസസിന് മാത്രമേ വിൽക്കാവൂന്ന് അമേരിക്കയിൽ നിയമമുണ്ട്. അപ്പോൾ അതൊക്കെയാണ് സാഹചര്യം അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഉള്ളത്. നമ്മൾ ഇവിടെ സെക്യുലർ വേണമെന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് അതെ അമേരിക്ക നോക്കൂ അതൊക്കെ പറയും. പക്ഷേ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ദേ ഹാവ് ആൻ ഒഫീഷ്യൽ റിലീജിയൻ. പിന്നെ ഇംഗ്ലണ്ടിൽ ഇപ്പോൾ ക്രിസ്ത്യൻ കൺട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവിടെ ചില സ്ഥലങ്ങളിലൊക്കെ ശരിയ നിയമം വേണമെന്ന് പറഞ്ഞ് അവിടെ ആരംഭിച്ചിട്ടുണ്ട്. മാത്രവുമല്ല ലണ്ടനിൽ ഉള്ള മേയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനി ഒറിജിനുള്ള ഒരു മുസ്ലിമാണ് ലണ്ടനിലുള്ളത്. അതേപോലെ പല സിറ്റീസിലും മേയർമാർ ഈ പാകിസ്ഥാനി ഒറിജിനുള്ളവരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. അപ്പോൾ അവിടെ ഈ പാകിസ്ഥാനി ഒറിജിനുള്ള ആൾക്കാരെ കൂടുതലുള്ള സ്ഥലത്ത് പിന്നെ വേറെ ആർക്കും അങ്ങോട്ട് അധികം കടന്നു ചെല്ലാൻ പറ്റാത്ത ഒരു അന്തരീക്ഷമാണ് ഇംഗ്ലണ്ടിൽ നിലവിലുള്ളത്. അപ്പോൾ ഇന്ത്യ പോലെയായി UK. ഇന്ത്യയെക്കാളും അല്പം കൂടി വഷളായെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ഡെമോഗ്രാഫിയിൽ മുസ്ലിം മെജോറിറ്റി കൺട്രിയായി UK മാറുമോ, ബ്രിട്ടൻ മാറുമോ? പെട്ടെന്നൊന്നും ആകുമായിരിക്കില്ല. പക്ഷേ എന്നാലും പക്ഷേ അവർ ഇപ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ ഇങ്ങനെ എപ്പോഴും സെക്യുലർ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പക്ഷേ ഇൻ എഫക്റ്റ് ഇതെല്ലാം സംഭവിക്കണമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അവരുടെ പല സിറ്റീസിലും ഇതേപോലെ മേയർമാർ വരുന്നത് പാകിസ്ഥാനി ഒറിജിനും മറ്റും അതേപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉള്ളവരാണ്. പിന്നെ കൂടുതൽ ആൾക്കാരുള്ളിടത്തേക്ക് മറ്റുള്ളവർക്ക് അത്ര എളുപ്പത്തിൽ കടന്നു ചെല്ലാൻ പറ്റില്ല. പിന്നെ ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോർക്ക് ഭക്ഷിക്കുന്നതിനൊക്കെ പറ്റി പാടില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇംഗ്ലണ്ടിൽ അതൊരു പ്രശ്നമായിട്ട് അതെങ്ങനെ അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇനി കാരണം ഇവർക്ക് പൗരത്വം എല്ലാം കൊടുത്ത് അവിടെ ബ്രിട്ടീഷ് പൗരന്മാരാണ് ഈ പറഞ്ഞ അഭയാർത്ഥി റെഫ്യൂജീസായിട്ട് വന്നിട്ടുള്ള മുസ്ലിമുകളും ഒക്കെ. അപ്പോൾ അവരുടെ പൗരത്വം ക്യാൻസൽ ചെയ്യാനൊന്നും കഴിയില്ല. അല്ല, തുടക്കത്തിൽ എല്ലാവർക്കും ഈ ഹ്യൂമൻ റൈറ്റ്സ് സെക്യുലറിസം എന്നൊക്കെ പറഞ്ഞ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വലിയ ഇഷ്ടമാണല്ലോ. ആ മുദ്രാവാക്യങ്ങൾ വിളിച്ച് അതേപോലെ മാർപ്പാപ്പയാണെങ്കിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. അതെ, മാർപ്പാപ്പ പരിശുദ്ധനായിട്ട് ഇരുന്നുകൊണ്ട് കാര്യമില്ല, വരുന്നവരുടെ സ്വഭാവം എന്താണെന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ യൂറോപ്പിൽ അത് വളരെയധികം ശ്രദ്ധിച്ചു തുടങ്ങി. ദേ ആർ വെരി കെയർഫുൾ. ഫ്രാൻസിൽ പത്രത്തിന്റെ കാർട്ടൂൺ വന്നതിന്റെ അറ്റാക്ക്. അതെ 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 അതെ. അപ്പോൾ ഈ ഫ്രാൻസിലും ഇപ്പോൾ ലോകത്തിലെ സൂപ്പർ പവറാണ് ഈ ഫ്രാൻസ് അല്ലെങ്കിൽ ബ്രിട്ടൻ. ന്യൂക്ലിയർ പവറുമാണ്. അങ്ങനെയുള്ള രാജ്യങ്ങൾ പതുക്കെ ഇസ്ലാംവൽക്കരിക്കപ്പെട്ട ലോകത്തിന്റെ ഗതി തന്നെ മാറിപ്പോയില്ലേ? പക്ഷേ അവരെല്ലാവരും ഇപ്പോൾ കോഷ്യസ് ആയിട്ടുണ്ട് കാര്യങ്ങൾ. ഇതിങ്ങനെ നമ്പർ കൂട്ടണമെന്ന്. പ്രത്യേകിച്ച് ഫ്രാൻസിലൊക്കെ അൾജീരിയെന്ന്
തൊഴിലാളികളായിട്ട് വരുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈവൻ ജർമ്മനിയിൽ അൾജീരിയയിൽ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ പാകിസ്ഥാനിൽ നിന്നും വളരെയധികം ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ കൂടി അങ്ങനെ വന്ന് കൂടുന്നു. അങ്ങനെ പുറത്തുനിന്നുള്ള ആൾക്കാരെ സ്വീകരിച്ച് കഴിയുമ്പോൾ അവസാനം ശല്യം ആകുന്നൊരു കണ്ടീഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കാനഡയിൽ പലരെയും സ്വീകരിക്കുന്നുണ്ട്. കാനഡ ജനസംഖ്യ കുറവുള്ള വാസ്റ്റായ ഒരു അതെ അതെ. അപ്പോൾ കാനഡയിൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ സിഖുകാരുടെ നമ്പർ ഉണ്ടല്ലോ, അവരുടെ പെർസെൻറ്റേജ് പോപ്പുലേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലുള്ള പെർസെൻറ്റേജിലും ഹയറാണ് കാനഡയിൽ സിഖ് പോപ്പുലേഷൻ. അപ്പോൾ ആ രീതിയിലാണ് പലയിടത്തും മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ല, ഖലിസ്ഥാൻ മോഡലിൽ അപ്പോൾ ഈ ഖലിസ്ഥാൻ മോഡലിൽ എന്ത് കാര്യം അവിടെ നടന്നു കഴിഞ്ഞാലും കാനഡയിലെ ഗവൺമെൻറ് അതിനൊന്നും ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രൂഡോയ്ക്ക് വോട്ട് വേണം. ഈ ഖലിസ്ഥാൻ വോട്ടുകളായിരിക്കും ചിലപ്പോൾ നിർണായകമായിട്ട് വരുന്നത്. അതിപ്പോൾ കേട്ടു, ഇപ്പോൾ ഖലിസ്ഥാൻ ബന്ധമുള്ള ഒരു പാർട്ടിയുടെ സപ്പോർട്ടോടാണ് ഇപ്പോൾ ഈ സർക്കാർ നിലനിൽക്കുന്നത്. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഡൽഹിയിൽ കർഷക പ്രക്ഷോഭം നടന്നിരുന്നു. കർഷകർക്ക് വേണ്ടിയിട്ട് പലരും കരയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യയിലുള്ള കരച്ചിലിനേക്കാൾ കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ കരച്ചിൽ കേട്ടത് കാനഡയിലാണ്. ഏറ്റവും ശക്തമായിട്ട് കരഞ്ഞത് ട്രൂഡോ ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം ഇതാണ്, ഈ സിഖ് വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത്. ഈ ലോകത്ത് ഇപ്പോൾ സിറിയ, ലെബനോൻ, ജോർദാൻ ഇതൊക്കെ ക്രിസ്ത്യാനിറ്റിയുമായി ഇഴചേർന്ന് കിടക്കുന്ന, ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത രാജ്യങ്ങളായിരുന്നു. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? ഇഷ്ടംപോലെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം ഞാൻ കുറേ ആൾ ലിബിയയിൽ ജോലി ചെയ്ത ആളാണ്. അപ്പോൾ ഞാനൊരു ദിവസം ട്രിപ്പോളിയിലെ കർദിനാളായിട്ടൊന്ന് സംസാരിച്ച് പള്ളിയിൽ പോയി. ഓൺലി എ ഫ്യൂ ചർച്ചസ് ആർ ലെഫ്റ്റ് ദെയർ. അപ്പം ഞാൻ കർദിനാളായിട്ട് സംസാരിക്കുമ്പോൾ ആ കർദിനാൾ എന്നോട് പറഞ്ഞതാണ്, ലിബിയ പണ്ട് തൊട്ടേ ക്രിസ്ത്യാനിറ്റി ഉള്ള രാജ്യമായിരുന്നു. അവിടെ ആണ് സെയിൻറ്റ് സിറിൽ എന്ന് പറയുന്ന ക്രിസ്ത്യൻ സെയിൻറ്റ് ജനിച്ചത് അവിടെയാണ്. അപ്പോൾ അത്രയും ബാക്ക്ഗ്രൗണ്ട്. സെയിൻറ്റ് സിറിലിൻ്റെ കാലം തൊട്ട് അവിടെ ക്രിസ്ത്യാനിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ദർ ഈസ് പ്രാക്ടിക്കലി നോ ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി ഇല്ല ഇപ്പോൾ ലിബിയയിൽ. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി എ മുസ്ലിം കൺട്രി. മുസ്ലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി മുസ്ലിം കൺട്രി. അവർ ഈവൻ ഷിയ മുസ്ലിംസിനെ അവർ എൻ്റർടൈൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതേപോലെയാണ് പല രാജ്യങ്ങളിലും. ഇപ്പോൾ ഇന്ന് തുർക്കി അല്ലെങ്കിൽ തുർക്കി എന്നൊക്കെ പറയുമല്ലോ, അവിടെ 2-3 സ്ഥലങ്ങളുണ്ട്. ഹാഗിയ സോഫിയ. ഹാജിയ സോഫിയ. അപ്പോൾ ഈ ഹാജിയ സോഫിയൊക്കെ ഉള്ള തുർക്കിയിൽ അവിടെ ആ രാജ്യത്തെ പല സ്ഥലങ്ങളും ബൈബിളിൽ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് ഗലാത്തിയ, അതേപോലെ കൊളോസൻസിന് എഴുതിയ എപ്പിസൽ ടു കൊളോസൻസ് എന്ന് പറഞ്ഞ ഉണ്ട് ബൈബിളിൽ. പിന്നെ എപ്പിസൽ ടു എഫീസിയൻസ് എന്ന് പറഞ്ഞ ബൈബിളിലുണ്ട്. അപ്പോൾ ഈ എഫീസിയൻസിനും കൊളോസൻസിനും ഗലാറ്റിയൻസിനും ഒക്കെ എപ്പിസൽസ് എഴുതിയിരിക്കുന്ന സെയിൻറ്റ് പോൾ അല്ലെങ്കിൽ പൗലോസ്ലീഹയാണ്. അപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ പലരും കോരിത്തിരിക്കും, ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളുണ്ടല്ലോ. പക്ഷേ അവിടെ ദർ ഈസ് നോ ക്രിസ്ത്യാനിറ്റി ദർ. ക്രിസ്ത്യൻസ് ഇല്ല ഇപ്പോൾ ഈ പറഞ്ഞ ഗലാത്തിയും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ. ഹാജിയ സോഫിയാണ് ശരിയായ ഉച്ചാരണം അല്ലേ? ഹാജിയ സോഫിയ. ഹാജിയ സോഫിയ. ഹാജിയ സോഫിയ എന്ന് പറയുന്നത്. അല്ല സാർ, ഇത് ഇവിടെയൊക്കെ എങ്ങനെയാണ് ക്രിസ്ത്യാനിറ്റി ഇല്ലാണ്ടായത്? അത് ബലം പ്രയോഗിച്ച് തന്നെയാണ്, മെയിൻലി ബലം പ്രയോഗിച്ച് തന്നെ അത് ഇല്ലാതെ. അല്ല, ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി ആയിരുന്നല്ലോ, അവിടെ എങ്ങനെ ഒരു കൂട്ടം ആൾക്കൊന്ന് ബലം പ്രയോഗിക്കാൻ പറ്റും? അല്ല, അത് ഓട്ടോമൻ ടർക്സൊക്കെ ഭരിക്കുന്ന കാലത്ത് പതുക്കെ അവർ ബലപ്രയോഗത്തിലൂടെ തന്നെ ബലപ്രയോഗവും മറ്റ് എന്തെല്ലാം മാർഗ്ഗങ്ങളും ഉപയോഗിക്കാമോ എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് പറ്റാതെ ആയി കഴിഞ്ഞപ്പോൾ യൂറോപ്പിൻ്റെ റെസ്റ്റ് ഓഫ് യൂറോപ്പ് അങ്ങനെ നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വേൾഡ് ക്രിസ്ത്യാനിറ്റി ഒരു വലിയ ചാലഞ്ച് നേരിടുവാണോ ഇപ്പോൾ? ക്രിസ്ത്യാനിറ്റി ചലഞ്ച് നേരിടുകയാണ്. അത് തന്നെയല്ല, ഇപ്പോൾ ഈ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ അറിയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടാണ്. പണ്ട് കാലത്ത് ഇതൊന്നുമില്ലല്ലോ. ഇപ്പോഴും ഇതേപോലെ പല സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ സാറ് ഓസ്ട്രേലിയയിലെ ഈ സംഭവം പറഞ്ഞത്, ഇതേപോലെ തുർക്കിക്ക് അടുത്ത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. അതിൻ്റെ അടുത്ത് ഒരു ഏരിയ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻ ഏരിയ. അപ്പോൾ അവിടെ മുഴുവനും അവിടെ നിന്ന് തൂത്ത് ഓടിച്ചു കളഞ്ഞു എല്ലാവരെയും അവിടെ നിന്ന് ഓടിച്ചു. അവിടെ ആ ഏരിയ ക്രിസ്ത്യൻസ് അവിടെ ഇല്ലാതെ, അല്ലെങ്കിൽ പിന്നെ അവർക്ക് മുസ്ലിംസ് ആകാം എന്നുള്ളതാണ് ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അസർബൈജാനിന് ടർക്കിയിൽ നിന്നും നല്ല സപ്പോർട്ട് അതിനുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ആയുധങ്ങളും പിടിച്ചിങ്ങനെ വന്ന് ആക്രമിച്ച് അവരെ ഒന്നില്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ പോയിക്കോ എന്നുള്ള സ്റ്റാൻഡായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെട്ടു. എന്തുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാറിനോട് ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാം. കാശ്മീരി ബ്രാഹ്മിൻസ് ഉണ്ടായിരുന്നല്ലോ, കാശ്മീരി ബ്രാഹ്മിൻസിനെ അവിടെ നിന്ന് ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്? ഭരണകൂടം അവരോട് ഉണ്ടായിരുന്നില്ല. ഭരണകൂടം അവിടെ കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ സംബഡി കംസ് ആൻഡ് കീപ്സ് ദി ഗൺ അറ്റ് യുവർ ടെമ്പിൾ ഇങ്ങനെ വെച്ചിട്ട്
മതം മാറണം എന്ന് പറഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ വെടിവെക്കും എന്നുള്ള കണ്ടീഷനായി കഴിഞ്ഞാൽ പിന്നെ വേറെ ഈ കാശ്മീരി ബ്രാഹ്മിൻസിന് അവർക്ക് ഡിഫെൻഡ് ചെയ്തുവിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ തോക്കം വെച്ച് തലയിൽ വെച്ചിട്ടുള്ള അറ്റാക്ക് അവർക്ക് നേരിടാൻ പറ്റില്ല. അതേപോലത്തെ മാത്രമല്ല സാർ, ഇപ്പോൾ ക്രിസ്ത്യൻ ഇപ്പോൾ മുസ്ലിമിന് ഒരു പ്രശ്നം ഉണ്ടായ ലോകത്തുള്ള മുസ്ലിം രാജ്യങ്ങളെല്ലാം എല്ലാവരും അവരുടെയൊക്കെ വോയിസ് വരും. പക്ഷേ ക്രിസ്ത്യാനിറ്റിക്ക് ഒരു പ്രശ്നം വന്നാൽ ഒഫീഷ്യൽ ക്രിസ്ത്യൻ രാജ്യങ്ങളായ അമേരിക്കയും UK പോലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിപ്പോൾ ഇത് തന്നെയാണ് കാശ്മീരി ബ്രാഹ്മിൻസിൻ്റെ പ്രശ്നം വന്നിട്ട്. ഇപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു കൺട്രി അല്ലേ, നേപ്പാൾ അതിൽ ഇടപെടാറുണ്ട്. ചെറിയ കൺട്രിയാണ്, ചെറിയ തോതിൽ ഇടപെടാനല്ലോ, ചെറിയ തോതിൽ രാജ്യം ഇടപെടേണ്ട. ഇന്ത്യ എന്താ ഇടപെടാത്ത? ഇന്ത്യയുടെ എന്താ ഇടപെടലുണ്ട്? മോദിയുടെ കാലത്ത് അതിന് മുമ്പത്തെ സാഹചര്യം പറയുന്നത്. അതിപ്പോ ഇവരോട് വിധേയമായിട്ട് വോട്ട് ബാങ്കും അമേരിക്കയ്ക്കും UKയ്ക്കും ഈ പ്രശ്നമില്ലല്ലോ. അല്ല, പക്ഷെ അമേരിക്ക അകലെ കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ ഭാഗം കാശ്മീർ ആയ പോലെ അല്ലല്ലോ മറ്റേ. ഒരു വാർഷിപ്പോ കുറച്ച് ഫ്ലൈറ്റുകൾ അയക്കാമല്ലോ. വാർഷിപ്പും ഫ്ലൈറ്റും അയച്ചു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കുറേ ബോംബിടാന്നല്ലേ ഉള്ളൂ. അത് മറ്റേ ഈ ഗർല വാർഫെയർ ഒക്കെ വന്നു കഴിയുമ്പോൾ വിമാനം വിട്ടുകൊണ്ട് കാര്യമില്ല. ഇപ്പൊ നോക്കൂ, അതല്ല ഇപ്പോൾ ഗസയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവിടെ നിന്നൊക്കെയാണ് മിസൈലുകൾ ഇസ്രായേലിലേക്ക് വരുന്നത്. അതാണ് ഇസ്ലാമിന്റെ കരുത്തും യൂണിറ്റി. പക്ഷേ ഇസ്ലാമിന്റെ കരുത്തിനും യൂണിറ്റിക്കും ഇടയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മൾ വിചാരിക്കുമ്പോൾ ഗസയുടെ പ്രശ്നം വന്നു കംപ്ലീറ്റ് മുസ്ലിംസ് ഇടപെടും സഹകരിക്കും എന്ന് വിചാരിക്കും. അത് പക്ഷേ ഇപ്പം അത്രയധികം നടക്കില്ല. അതിൻ്റെ കാരണം 2 ആയത്തുള്ളമാരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോഴുള്ളൊരു ആയത്തുള്ളയുണ്ട്, ആയത്തുള്ള ഖമനൈ. ഇതിനു മുമ്പ് ഒരു ആയത്തുള്ള ഉണ്ടായിരുന്നു, ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി. ഈ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനി ഇറാനിൽ വന്നു കഴിയുമ്പോൾ അദ്ദേഹം ദൈവമല്ല, പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരാളായിട്ടാണ് അന്ന് ജനം കണക്കാക്കിയിരുന്നത്. അത് ദാറ്റ് വ്യൂ വാസ് ഷെയർഡ് ബൈ ദി എൻറ്റയർ മുസ്ലിം വേൾഡ്. അപ്പോൾ ഇറാനെതിരെ ആരെങ്കിലും ഒന്ന് മിണ്ടി പോയി കഴിഞ്ഞാൽ ജിമ്മി കാർട്ടറുടെ കാര്യമൊക്കെ വലിയ പ്രശ്നമാവും. മുസ്ലിം വേൾഡ് മുഴുവനും അദ്ദേഹത്തെ ഏകദേശം ദൈവത്തിനൊപ്പം കണക്കാക്കിയിരുന്നത്. പക്ഷേ ഇന്ന് മുസ്ലിം വേൾഡ് ഇറാനെ നമ്പർ 3 എനിമിയായിട്ടാണ് കാണുന്നത്. നമ്പർ 3, നമ്പർ 1 ഇസ്രായേൽ, നമ്പർ 2 എന്ന് പറഞ്ഞാൽ അമേരിക്ക, നമ്പർ 3 ഇറാനാണ്. മുസ്ലിം കൺട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഇപ്പം മജോറിറ്റി മുസ്ലിം കൺട്രീസ് ആർ സുന്നി മുസ്ലിം കൺട്രീസ്. ഇത് ഷിയാണ്. അപ്പോൾ ഇറാന് ഈ സുന്നി മുസ്ലിം കൺട്രീസ് കാണുന്നത് ഒരു എനിമി ആയിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൊണ്ട് സൗദി അറേബ്യയ്ക്കും ഈജിപ്തിനും UAEക്കും ഒക്കെ ശല്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഈജിപ്തിൻ്റെയൊക്കെ മനസ്സിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറാൻ ഇങ്ങനെ കളിച്ച് പോയിട്ട് ഇസ്രായേലായിട്ടൊന്ന് കളിക്കട്ടെ, അവിടെ ചെല്ലുമ്പോൾ വിവരം അറിയും. അപ്പോൾ ആ വിവരം ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്. ഇപ്പോൾ ഈ ഹമാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ അറബ് കൺട്രീസ് ഒന്നും ഇടപെടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹമാസിന് സപ്പോർട്ട് കിട്ടുന്നത് ഇറാൻ്റെ നിന്നാണ്. പക്ഷേ ഹമാസിൽ ആൾക്കാരെന്ന് പറഞ്ഞാൽ സുന്നി ആൾക്കാരാണ് ഈ ഹമാസുകാർ. എന്നിട്ട് പോലും അവർ സിമ്പതി കാണിക്കുന്നില്ല. അതേസമയം ലബനോണിലുള്ള ഹമാസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാണ്. അപ്പോൾ അതിലവർക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അതാണ് സാഹചര്യം. അപ്പോൾ ഇപ്പോൾ മുസ്ലിം വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആയത്തുള്ള റൂഹുള്ള ഖൊമൈനിയുടെ കാലത്ത് അല്ലെങ്കിൽ ജിമ്മി കാർട്ടറുടെ കാലത്ത് അല്ലെങ്കിൽ മെനാച്ചം ബെഗിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലെ അന്നത്തെ ആ മുസ്ലിം യൂണിറ്റി ഇന്നില്ല. ഇന്ന് സുന്നി ആൻഡ് ഷിയ വളരെ വ്യക്തമായിട്ട് ഡിവൈഡഡ് ആണ്. പക്ഷേ ഇവരെ യുണൈറ്റഡായിട്ട് നിർത്തുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ എങ്ങും പോയി കഴിഞ്ഞാൽ മുസ്ലിംസ് എന്ത് ചെയ്യുമെന്ന് ഞാൻ ആലോചിക്കുന്നത്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ സമാധാനം നിലനിർത്തുന്നവർ ഈ ഇസ്രായേലിനോടുള്ള ഭയം കൊണ്ടാണ് ഇവർ യുണൈറ്റഡ് ആയിട്ട്. സാർ, ഇപ്പോൾ ആസ്ട്രേലിയയിൽ ഒരു ബിഷപ്പാണ് മാരി ഇമാനുവൽ. അദ്ദേഹമാണ് ജിഹാദി ആക്രമണത്തിൽ കൺഫേം പ്രവാചകനെതിരെ എന്തോ പറഞ്ഞു വന്നതിൻ്റെ പേരിലാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത്. മാരകമായി പരിക്കേറ്റു. കേരളത്തിലെ ക്രിസ്ത്യാനികൾ അറിഞ്ഞിട്ടില്ലല്ലോ സാർ. കേരളത്തിൽ ക്രിസ്ത്യാനികൾ വാർത്തയിലൊക്കെ വരുന്നുണ്ട്, അറിഞ്ഞിട്ടുണ്ട്. പിന്നെ പക്ഷേ അത് എന്നാലും കുറേ പേരൊക്കെ ഇപ്പം ഈ പറഞ്ഞ യൂട്യൂബ് വഴി അങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. പിന്നെ പ്രതികരണമൊന്നുമില്ല. അത് ശരിയാണ്. പിന്നെ മണിപ്പൂർ എന്ന് മാത്രമേ പറയാനുള്ളൂ. മണിപ്പൂർ നോൺസെൻസ്. ഇപ്പോൾ ക്രിസ്ത്യൻസ് പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർക്ക് അതൊക്കെ മനസ്സിലായി. മണിപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അഭ്യാസമാണെന്നുള്ളത് മനസ്സിലായി. കാര്യം കുറേ പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, അത് സത്യമാണ്. മണിപ്പൂരിനെ കുറിച്ച് നമുക്കൊരു പ്രത്യേകമായിട്ടൊന്നും സംസാരിക്കാം. അതെ. പക്ഷെ ഞാൻ പറയുന്നത്, ഇന്ത്യയിലെ സഭ ലോകത്ത് നടക്കുന്ന എല്ലാ മാറ്റങ്ങളും അറിയുന്നുണ്ട്. നമ്മളിവിടെ കർദിനാൾമാർ വരെ ഉണ്ട്, 1-ലേറെ പേരുണ്ട്. അപ്പോൾ അവരാണല്ലോ ഈ റോമിന്റെ അടുത്ത വത്തിക്കാനിലെ അടുത്ത പാപ്പ ആരാണെന്ന് തീരുമാനിക്കുന്നത് കർദിനാൾമാരാണ്. അവർ വരെ ഇന്ത്യയിലുണ്ട്. അപ്പോൾ ലോകത്ത് നടക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം നമ്മുടെ കർദിനാൾമാർക്കൊക്കെ അറിയാം. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചും ഇതൊരു വലിയ ഭീഷണിയാണ്. എന്നിട്ട് ഈ ഭീഷണി കാണാതെ സംഘപരിവാർ ഭീഷണി എന്നുള്ള ഒരു അജണ്ട, ഒരു നാരേറ്റീവ് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ക്രിസ്ത്യൻ സഭകൾ
അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ഇങ്ങനെ പ്രൊപ്പഗാൻഡ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെ പ്രൊപ്പഗാൻഡ നടത്തിക്കൊണ്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയ്ക്കില്ലല്ലോ. ഇപ്പം അങ്ങനെ ഉണ്ടോ? അത്ര വലുതായിട്ട് അങ്ങനെ ഈ സംഘപരിവാറിനെ പറ്റിയൊന്നും പറയണല്ലോ. ഇലക്ഷന് മുമ്പ് എത്ര ഇടയലേഖനങ്ങൾ പല പള്ളിയിലും ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ വായിച്ചു. അത് നമുക്കുണ്ടല്ലോ, കൃത്യമായിട്ട് അത് കാണാൻ പറ്റും. ചുരുക്കം ചിലർ ആ ആൾക്കാർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, CPM മാർക്സിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ലെഫ്റ്റ് ജിഹാദി ഗ്രൂപ്പ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിഷപ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടില്ല, CRP. ആ CRPF പോലെ അതെ, ഈ റിസർവ് ഫോഴ്സ് അവിടെ ഉള്ള പോലീസിലുള്ളതുപോലെ തന്നെ റിസർവ് ഫോഴ്സ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എല്ലാ ഫീൽഡിലും ഉണ്ട്. സാംസ്കാരിക നായകന്മാരിലുണ്ട്. സംശയമുണ്ടോ സാറിന്? ഞാൻ പേര് പറയണ്ടല്ലോ. സാംസ്കാരിക നായകന്മാരിലുണ്ട്. ഇനി ന്യൂസ് ചാനലിലുള്ള അവതാരകരുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അവരുടെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഫോറിൻ ടൂറിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ കാശ് കൊടുത്ത് കൊണ്ടുപോകും. മാർക്സിസ്റ്റ് പാർട്ടി മാത്രമല്ല, മറ്റുള്ള ഗ്രൂപ്പ്. അപ്പോൾ അതുണ്ട്. പിന്നെ സാറിന് ഞാൻ പറഞ്ഞിട്ടൊരു സംശയം തോന്നുന്ന കേസ് ബിഷപ്പ്മാരുടെയാണ്. അപ്പോൾ അതും ഞാൻ പറയാം. അതായത് ഈ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് എന്ന് പറഞ്ഞോണം, CRPF എന്ന് പറഞ്ഞോണം, വേറൊരു ഗ്രൂപ്പുണ്ട് CRBF എന്ന് വേണമെങ്കിൽ പറയാം, സെൻട്രൽ റിസർവ് ബിഷപ്സ് ഫോഴ്സ്. ഈ സെൻട്രൽ റിസർവ് ബിഷപ്പ് ഫോഴ്സ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏതാണെന്ന് ഞാൻ പറയാം. യാക്കോബായ സഭ. യാക്കോബായ സഭയ്ക്ക് ഈ CRBF ഒരാളുണ്ട്. സാറ് ചിലപ്പോൾ കണ്ടു. ഈ ഗീവർഗീസ് മാർ കൂർലോസ്, ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ട് ഈ ചുവപ്പ് വോളണ്ടിയർമാരെ പോലെ ഇരുന്നിട്ട് അടിച്ചു വിടും. അത് ചുവപ്പ് വോളണ്ടിയർമാർ പോലും പറയാത്ത രീതിയിൽ അടിച്ചു വിടും. അത് അദ്ദേഹം ആ തൃശ്ശൂക്കാരൻ പൗലോസ് ഉണ്ടായിരുന്നു. അതേപോലെ അതിപ്പോൾ കൽദായ സഭയുണ്ട്. ഇനി ഓർത്തഡോക്സ് സഭയുണ്ട്, മലങ്കര ഓർത്തഡോക്സ് സഭ. അതിനുണ്ട് ഈ റിസർവ് ഫോഴ്സിൽ ഒരാൾ, അതായത് യൂഹനോൻ മാർ മിലിത്യോസ്. ഈ മിലിത്യോസ് ഈ റിസർവ് ഫോഴ്സിലുള്ള ആളാണ്. പിന്നെ കത്തോലിക്ക സഭ ഉണ്ട്. കത്തോലിക്ക സഭയിൽ റവറൻ ഫാദർ പോൾ തേലക്കാട്ട്. അത് ബിഷപ്പ് ആളൊക്കെ ആയിട്ട്. പക്ഷെ ഇപ്പം അദ്ദേഹത്തെ അതിൽ നല്ല മാറ്റി. അങ്ങനെ കുറേ ഒഫീഷ്യൽ സ്പോക്സ്മാൻ അങ്ങനെയൊക്കെ. ഇപ്പം അങ്ങനെ അല്ല എന്നാണ്. അദ്ദേഹത്തെയും മാർക്സിസ്റ്റ് പാർട്ടി എപ്പോഴെന്തെങ്കിലും അഭിപ്രായമാണെങ്കിൽ ചോദിക്കും. പിന്നെ മീഡിയ വൺ എപ്പോഴെങ്കിലും അഭിപ്രായമാണെങ്കിൽ ഇവരുടെയൊക്കെ അടുത്താണ് നടക്കുന്നത്. ഇനി ഈ അതേപോലെ ഈ ബിഷപ്പ്മാരല്ലാത്ത ലേറ്റി എന്ന് പറയുന്ന ആൾക്കാരുടെ ഇടയിലും ഇങ്ങനത്തെ റിസർവ് ഫോഴ്സ്. അപ്പോൾ ഇന്ത്യയിൽ ഇവർ പറയുന്ന ഇന്ത്യയിൽ മുസ്ലിമുകളിൽ നിന്ന് ഇന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് ഭീഷണിയൊന്നുമില്ല എന്നാണ് ഇവർ പറയുന്നത്. അത് ഇങ്ങനത്തെ റിസർവ് ഗ്രൂപ്പ് അത് പറയും. അല്ലാതെ അങ്ങനെ ബാക്കിയുള്ള ബിഷപ്പ്മാരൊക്കെ അധികം അത് പറയണല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മണിപ്പൂർ പ്രശ്നത്തിൽ തന്നെ ബോംബെയിലെ ആർച്ച് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഇതല്ലാന്ന്. അതേപോലെ അവിടുത്തെ ഈ ഷില്ലോങ്ങിലെ ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് ഒരു റിലീജിയസ് അല്ലെങ്കിൽ കമ്മ്യൂണൽ പ്രോബ്ലം ആയിട്ട് കാണണ്ടെന്നുള്ള രീതിയിൽ. കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കും കാര്യങ്ങൾ അറിയാം, അവർ ശബ്ദിച്ചു തുടങ്ങിയിട്ടില്ല. പിന്നെ ശബ്ദിച്ചേക്കാം, അതാണ് അവസ്ഥ. അപ്പോൾ ഇത് ഈ മണിപ്പൂർ പ്രശ്നത്തിൽ വാസ്തവത്തിൽ ഇന്ത്യയുടെ സെക്യുലറിസത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഈ മണിപ്പൂർ സംഭവത്തെ കാണുന്നത്. വർഗീയ പ്രശ്നമായിട്ടില്ല. നമുക്ക് വേറെ ദിവസം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.